നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ദ്വിദിന സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സുമായും വിവേക് രാമസ്വാമിയുമായും ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും ഇന്ത്യൻ വംശജനും അതിലേറെ കേരളത്തിൽ വേരോട്ടമുള്ള വിവേക് രാമസ്വാമിയുമായിട്ടുള്ള ചർച്ചകൾ ബ്ലെയർ ഹൗസിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇതിന് തൊട്ടു മുമ്പ് ശതകോടീശ്വരൻ എലോൺ മസ്കും ആയിട്ടുള്ള ചർച്ചകളായിരുന്നു ഈ ബ്ലെയർ ഹൗസിൽ പൂർത്തീകരിച്ചത്. മസ്കിന്റെ ഇഷ്ട വിഷയങ്ങളായ ബഹിരാകാശം, മൊബിലിറ്റി, സാങ്കേതികം, അതുപോലെ നവീകരണം, ഇതൊക്കെയായിരുന്നു പ്രധാനമായും ചർച്ചയിൽ വന്നത്. മസ്കിന്റെ തന്നെ സ്പേസ് ലിങ്കിന്റെ വിപുലീകരണവും ടെസ്ലയുടെ വാഹനങ്ങളുടെ ഇന്ത്യയിലെ കൂടുതൽ വിപുലീകരിക്കുന്നതുമൊക്കെ ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട്. മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവർണൻസ് പോളിസിയാണ് ഇന്ത്യയുടേത്. ഇത് നരേന്ദ്രമോദി മസ്കിനെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ച ഫലപ്രദമെന്നാണ് നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറയുകയും ചെയ്തത്. അതുപോലെ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാൾസുമായിട്ടുള്ള ചർച്ചയും അതിപ്രധാനമായിരുന്നു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ അമേരിക്ക ഒരു ഫ്രെയിംവർക്കിന്റെ അനൗൺസ്മെന്റ് അധികം താമസിയാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ് 2 മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് പ്രാദേശിക സമയം 4 മണിയോടുകൂടി ആരംഭിക്കുവാൻ പോകുന്നത്. നാളെ പുലർച്ചെ 2:30 ഈ യോഗം, ഈ കൂടിക്കാഴ്ച നടക്കുക. ഇതിന് തൊട്ടു മുമ്പ് ഒരുപക്ഷെ US പ്രസിഡന്റ് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുവാൻ ഉള്ള സാധ്യതയുണ്ട് ആഗോളതലത്തിൽ. അതിനായിട്ട് നോക്കി നിൽക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ. അങ്ങനെ ഒരു പ്രഖ്യാപനം വരുമോ ഇല്ലയോ എന്നുള്ളത്. 2 നേതാക്കളുടെയും സംയുക്ത പത്രസമ്മേളനം ഉണ്ടാകും. ഇതിനെ തുടർന്ന് ട്രംപ് ആതിഥേയത്വം വഹിക്കുന്ന മോദിയുടെ ബഹുമാനാർത്ഥമുള്ള അത്താഴ വിരുന്നുണ്ടാകും. ഇരു നേതാക്കളും ചർച്ച ചെയ്ത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള വിശദമായ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. തന്നെയുമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ വിവാദമായ അനധികൃത ഇന്ത്യക്കാരെ അമേരിക്ക ഇന്ത്യയിൽ എത്തിച്ച നടപടിയെ പറ്റിയുള്ള ചർച്ച ഒരുപക്ഷെ വന്നേക്കാം. തന്നെയുമല്ല, ഇപ്പോൾ അമേരിക്ക 800ഓളം പേര് അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി രാജ്യങ്ങൾക്ക് അയച്ചിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ 487 ഇന്ത്യക്കാരുടെ പേര് അതിലുണ്ട്. അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ വന്നിരിക്കും. ട്രംപിന്റെ പ്രധാന വിഷയം താരിഫാണ്. അത് കുറയ്ക്കുവാനുള്ള ശക്തമായ സമ്മർദ്ദം അദ്ദേഹം മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. തന്നെയുമല്ല, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള അമേരിക്കയുടെ ഇറക്കുമതി, പ്രത്യേകിച്ച് കാർഷിക വിഭവങ്ങൾ എന്നിവയുടെ ഇറക്കുമതി കൂട്ടുവാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തും. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കമ്മി കുറയ്ക്കുവാൻ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രതിരോധ മേഖലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തന്നെയുമല്ല, ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളേണ്ടത്, പ്രത്യേകിച്ച് ചൈനയെ അമേരിക്ക എതിർക്കുന്ന ഈ സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ അമേരിക്ക അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇന്ത്യ ഇപ്പോൾ തന്നെ LNG പോലുള്ള ഇതിന്റെ ഇമ്പോർട്ട്സ് എടുക്കാം എന്നുള്ള രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. തന്നെയുമല്ല, ഏതാണ്ട് 1 ഡസൻ കെമിക്കൽ, മെഡിക്കൽ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ താരിഫ് കുറയ്ക്കുവാനും ഇന്ത്യ സന്നദ്ധമായിട്ടുണ്ട്. അതുപോലെ ജെറ്റ് പ്ലെയിൻസ് വാങ്ങിക്കാനും ഇന്ത്യ തയ്യാറാകുന്നു. ആണവ കേന്ദ്രങ്ങളിൽ, ആണവ മേഖലയിൽ അമേരിക്കയുടെ പങ്കാളിത്തം ഇന്ത്യ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുക. ഇലോൺ മസ്കുമായി ചേർന്ന് ഭൂഗർഭ റോഡ് സംവിധാനം നടപ്പാക്കാനൊരുങ്ങി UAE. ദുബായ് ലൂപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന സംരംഭത്തിനായി മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി UAE കരാറിലൊപ്പിട്ടു. അമേരിക്കയിലെ ലാസ് വേഗസ് ലൂപ്പിന് സമാനമായി നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് തുരങ്കപാത നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മേൽനോട്ടത്തിലാണ് ഇരുഭാഗവും കരാറിൽ ഒപ്പിട്ടത്. 17 കിലോമീറ്റർ നീളത്തിൽ 11 സ്റ്റേഷനുകൾ ഉള്ള പാതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്കേറ്റു. 7 പേരെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു.
കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പീതാംബരൻ ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന ഒപ്പം നിർത്തിയ മറ്റൊരു ആനയെ കുത്തിയതോടെ 2 ആനകളും ഓടി. ഇതോടെ ഉത്സവം കാണാനെത്തിയ ആളുകളും ചിതറിയോടി. ദേവസ്വം ഓഫീസിന് സമീപം കസേരയിലിരിക്കുകയായിരുന്ന ലീലയും അമ്മുക്കുട്ടിയും ഓഫീസിന്റെ അവശിഷ്ടങ്ങൾ തലയിൽ വീണാണ് മരിച്ചതെന്നാണ് സൂചന. വടക്കേൽ രാജനും കെട്ടിടാവശിഷ്ടങ്ങൾ വീണാണ് ഗുരുതര പരിക്കേറ്റത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് രാജനും മരിച്ചു. എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പടക്കം പൊട്ടിച്ചതാണ് ആനകളെ പരിഭ്രാന്തരാക്കിയത്. തിക്കിലും തിരക്കിലും വീണ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. പ്രാണരക്ഷത്തോടി ആന ബലി പിടിച്ച കാരണം വെച്ചാൽ അമ്പലത്തിന്റെ പുറകുന്ന അതിന്റെ ഒരു കുളത്തിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് 2 ആനേനെ കെട്ടിയത്. ആ ഭാഗത്തുനിന്ന് വെടിക്കെട്ട് നടത്തിയപ്പോൾ ആന ഇടഞ്ഞോടിയതാ. ആന അത് പേടിച്ചോടിയതാ. ആന ഇടഞ്ഞെന്ന് നമുക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ഗുരുതരമായി പരിക്കേറ്റ 7 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് റൂറൽ SP KE ബൈജു പറഞ്ഞു. ആന തമ്മിൽ ഇടഞ്ഞു. ഒരാനെ ഉപദ്രവിച്ചു. അപ്പോൾ ആന ഓടിക്കേറിയ ബിൽഡിങ്ങിൽ താഴത്തുള്ള ആളുകൾക്ക് പരിക്ക് പറ്റുന്നുള്ള പതകം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആന ഉപദ്രവിച്ചതാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുള്ളൂ. ജില്ലാ കളക്ടറോടും ഉത്തരമേഖല CCF-നോടും സംഭവത്തെക്കുറിച്ച് വനമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. കലാപബാധിത മണിപ്പൂരിൽ ഇനി രാഷ്ട്രപതി ഭരണം. വിജ്ഞാപനം ഇറക്കിയ രാഷ്ട്രപതി ഭവൻ. മുഖ്യമന്ത്രി ചർച്ചകളിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. ഇംഫാലിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. സംഘർഷങ്ങൾ രൂക്ഷമായ 1.5 വർഷക്കാലം. പ്രതിപക്ഷത്തിനൊപ്പം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബിരേൻ സിംഗിന്റെ രാജിക്കായി ആവശ്യം. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം നേരിടാൻ നിൽക്കാതെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ അപ്രതീക്ഷിത രാജി. പകരക്കാരനെ കണ്ടെത്താൻ BJP നേതൃത്വത്തിന്റെ മാരത്തോൺ ചർച്ചകൾ. MP സംബിത് പത്രയെ ഇംഫാലിലേക്ക് അയച്ചു നടത്തിയ നീക്കങ്ങളും ഫലം കണ്ടില്ല. ഭരണഘടനാ അനുച്ഛേദം 174(1) അനുസരിച്ച് നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള സമയപരിധിയും ഇന്ന് വൈകിട്ടോടെ അവസാനിച്ചു. തുടർന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ തന്നെ ഇംഫാലിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വിനീത VG 24 ഡൽഹി. കണ്ണൂരിൽ +1 വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന് പരാതി. കുളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് മർദ്ദനത്തിന് ഇരയായത്. 5 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഇന്നലെ സ്കൂളിലെ ഉച്ചഭക്ഷണ ഇടവേളയ്ക്കിടെ വെള്ളം കുടിക്കാനായി പോയ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനം തടയാൻ ശ്രമിച്ചതോടെ അടിച്ചു വീഴ്ത്തുകയും നെഞ്ചിലും ഇടത് കൈയിലും ചവിട്ടുകയും ചെയ്തതായി വിദ്യാർത്ഥി പറയുന്നു. സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു. മർദ്ദനത്തിൽ ഇടത് കൈയ്യലുകൾ പൊട്ടി. രാത്രിയോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ വിദ്യാർത്ഥി തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവര് വെള്ളം കുടിക്കാൻ പോയതാണ് ക്യാൻറ്റീനിൽ പോലെ 5 ആൾ എന്താക്കി ഇവനെ പിടിച്ചിട്ട് എന്താണ് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്തത്, സീനിയേഴ്സ് അല്ലേ, എന്നാൽ എനിക്ക് എന്താ ഒരു മുസ്ലിം പിടിച്ചത് നടത്തോ എന്ന് പറഞ്ഞ് ഇവനെ അടിച്ച്. നല്ല പരിക്കുന്ന കൈയിൻ്റെ എല്ല് പൊട്ടിപ്പോയി. രണ്ട് പീസായിട്ടുള്ളത് എല്ലുകൾ. സംഭവത്തിൽ കുളവല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 24 കണ്ണൂർ. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചു. റിപ്പോർട്ടിനെതിരെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ ഒഴിവാക്കിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വിമർശനം. വിയോജനക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുന്നതിൽ BJPക്ക് എതിർപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ആദായ നികുതി ബിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ JPC റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെച്ചു. രാജ്യസഭയിൽ BJP അംഗം മേധാ കുൽക്കർണി സമർപ്പിച്ച റിപ്പോർട്ട് പ്രതിപക്ഷ ബഹളത്തിനിടെ അംഗീകരിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ പോലും ഒഴിവാക്കിയ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ. नॉन स्टेक होल्डर्स बाहर से बुला के उनको जो होना उन लोगों को खड़ा करके उनका स्टेटमेंट ले रहे और जो इतने लोग पार्लियामेंट में
जो भी डिसेंट नोट दिए हैं, क्या उसमें कोई एक पढ़ा लिखा नहीं है? രാജ്യസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഭരണപക്ഷാംഗങ്ങളുടെ ജയ് ശ്രീറാം വിളികൾക്കിടയിലാണ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദംബിക പാൽ ലോക്സഭയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയതോടെ റിപ്പോർട്ടിൽ വിയോജനക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുന്നതിൽ ബിജെപിക്ക് എതിർപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. मैं मेरी पार्टी की ओर से आपको विनती करना चाहता हूं कि विपक्ष के जो डिस्प्यूट्स हैं एक सिरनीर कर आप संसदीय कार्यप्रणालिका के उपयुक्त रूप में जो जोड़ना है वो जोड़े. इसमें मेरी पार्टी को कोई आपत्ति नहीं. ആദായ നികുതി ബിൽ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. നികുതി ഘടന ലഘുവാക്കിയെന്നും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രി. Honorable Speaker, yourself, sir, to constitute a select committee of this House on the Income Tax Bill 2025. The terms and conditions regarding the committee will also be decided by the Honorable Speaker. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിനായി മാർച്ച് 10 പാർലമെന്റ് സമ്മേളിക്കും. 24 ഡൽഹി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ വാരിക്കോരി നൽകി സർക്കാർ. കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് 60 ദിവസമാണ്. KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് 900 ദിവസത്തിലധികം പരോൾ ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള പരോൾ കണക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. രാമചന്ദ്രന് 1081 ദിവസം, ട്രൗസർ മനോജിന് 1068, സിജിത്തിന് 1078. 1000 ദിവസത്തിലധികം പരോൾ ലഭിച്ചത് ഈ 3 കുറ്റവാളികൾക്ക്. TK രജീഷിന് 940, മുഹമ്മദ് ഷാഫിക്ക് 656, കിർമാണി മനോജിന് 851, MC അനൂപിന് 900, ഷിനോജിന് 925, റഫീഖിന് 752 ദിവസം. ഇങ്ങനെയാണ് 500 ദിവസത്തിലധികം പരോൾ ലഭിച്ച 6 കുറ്റക്കാരുടെ എണ്ണം. കൊടിസുനിക്ക് 60 ദിവസത്തെ പരോളും ലഭിച്ചു. രജീഷിന് 21, ട്രൗസർ മനോജിന് 26 തവണകളായാണ് പരോൾ ലഭിച്ചത്. 21 ഘട്ടങ്ങളിലായി സിജിത്തിനും പരോൾ ലഭിച്ചു. മുഹമ്മദ് ഷാഫിക്ക് 15 തവണയും ഷിനോജിന് 17 തവണയും പരോൾ ലഭിച്ചു. ഇവരൊക്കെയും 227 ദിവസം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. കൊടിസുനിക്ക് 3 തവണയായാണ് 60 ദിവസം പരോൾ ലഭിച്ചത്. പ്രതികളോട് സർക്കാരിന് വിധേയത്വമെന്ന് KK രമ പ്രതികരിച്ചു. പ്രതികളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ഈ നേതൃത്വത്തിന് അത് അത്ര ശുഭകരമായിരിക്കില്ല. ആ നേതൃത്വത്തിന്റെ ആളുകളുടെ വിവരങ്ങളായിരിക്കും പുറത്തു വരാൻ വേണ്ടി പോകുന്നത് എന്ന് വളരെ കൃത്യമായി ധാരണ ഈ നേതാക്കന്മാർക്കുണ്ട്. ഞാൻ തീരുമാനിച്ചിരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. കാരണം ഒരു ഗൂഢാലോചന പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ CPM നേതാക്കന്മാരെയും ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഭീഷണിപ്പെടുത്തി VVIPകളായിട്ടാണ് പിണറായി സർക്കാർ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് അവരെ പേടിച്ചിട്ടുകൂടിയാണ്. പരോളിലിറങ്ങിയ കൊടിസുനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായിരുന്നു. ജയിലിലും ഒട്ടേറെ തവണ സുനി പ്രശ്നങ്ങളുണ്ടാക്കി. പലതവണ ജയിലുകൾ മാറ്റി. പരോളിനിടയിലാണ് കിർമാണി മനോജിനെ ലഹരിപ്പാർട്ടി നടത്തിയതിന് പിടികൂടിയത്. പരോളിലിറങ്ങി ക്രിമിനൽ കേസുകളിലും ഗൂഢാലോചനയിലും ഉൾപ്പെട്ട സംഭവങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതികൾക്കെല്ലാം പരമാവധി പരോൾ നൽകുകയായിരുന്നു. 24 തിരുവനന്തപുരം. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിൽ നിയമസഭ സ്തംഭിച്ചു. വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടതാണ് പ്രതിപക്ഷ നേതാവിനെ ചൂടിപ്പിച്ചത്. പ്രസംഗം തന്റെ അവകാശമാണെന്ന് പറഞ്ഞ VD സതീശൻ സ്പീക്കറുടെ ഇടപെടൽ മനഃപൂർവ്വമാണെന്ന് വിമർശിച്ചു. ഇരുവരും തമ്മിലുള്ള വാക്പോര് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റെടുത്തതോടെ സഭ തടസ്സപ്പെട്ടു. വാക്കൌട്ട് പ്രസംഗത്തിലെ ഇടപെടലിനെ ചൊല്ലി ഇന്നലെയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ സംഭവങ്ങൾ. VD സതീശന്റെ വാക്കൌട്ട് പ്രസംഗം 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പീക്കറുടെ ആദ്യ മുന്നറിയിപ്പ് വന്നു. അത് കണ്ടില്ലെന്നടിച്ച് സതീശൻ മുന്നോട്ട് പോയതോടെ സ്പീക്കർ വീണ്ടും ഇടപെട്ടു. ഇതോടെ പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി. ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. 9 മിനിറ്റ് കഴിയുന്നവരെ ഇടപെട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ ന്യായം. അത് ഔദാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. You spoke 9 minutes without any intervention. അങ്ങയുടെ ഔദാര്യമല്ല. No, ഔദാര്യത്തിന്റെ പ്രശ്നമല്ല.
without any intervention from chair. You spoke 9 minutes. It is my right to speak here. തർക്കം മുറിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തി. ഭരണപക്ഷവും ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി. പിന്നെ സഭയിൽ കണ്ടത് ഭരണ പ്രതിപക്ഷ വാക്പോര്. പാതിവില തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സബ്മിഷനുകൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഇതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. പ്രകടനമായി പുറത്തേക്കെത്തിയ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും സ്പീക്കറെ രൂക്ഷമായി വിമർശിച്ചു. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പൊട്ടിത്തെറി. ജി സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. ജി സുരേഷ് കുമാറിന്റെ അപക്വവും ബാലിശവുമായ നിലപാടുകൾ തിരുത്താൻ മറ്റ് നിർമ്മാതാക്കൾ തയ്യാറാകണമെന്ന് ആന്റണി പെരുമ്പാവൂർ തുറന്നടിച്ചു. സിനിമാ സമര പ്രഖ്യാപനത്തിനായി ജി സുരേഷ് കുമാർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലെ അതിരുകടന്ന വിമർശനങ്ങളാണ് സംഘടനയിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയത്. സംഘടനാ വൈസ് പ്രസിഡന്റ് കൂടിയായ ജി സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ നടത്തിയത് അതിരൂക്ഷ വിമർശനം. സിനിമാ സമരം പ്രഖ്യാപിക്കാൻ സുരേഷ് കുമാറിനെ ആര് ചുമതലപ്പെടുത്തി? സമരപ്രഖ്യാപനത്തിൽ കൂടിയാലോചന ഉണ്ടായില്ല. മറ്റു സംഘടനകളുടെ സമ്മർദ്ദമാണ് തീരുമാനത്തിന് പിന്നിലെന്നും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. അപക്വവും ബാലിശവുമായ നിലപാടുകൾ തിരുത്താൻ ആന്റോ ജോസഫ് അടക്കമുള്ള മറ്റു നിർമ്മാതാക്കൾ തയ്യാറാകണമെന്നും ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ് തുടങ്ങിയ താരങ്ങളും രംഗത്തെത്തി. ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് സംവിധായകൻ വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലയാള സിനിമാ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സമരപ്രഖ്യാപനമൊക്കെ നടത്തേണ്ടത് സംഘടനയുടെ ജനറൽ ബോഡി ചേർന്ന തീരുമാനിച്ച ശേഷം വേണമെന്നും വിനയൻ കുറിച്ചു. വാർത്താ സമ്മേളനത്തിലെ അധിക്ഷേപ പരാമർശങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് താരസംഘടന അമ്മ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്തും നൽകി. വിമർശനങ്ങളോട് പ്രതികരിക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറായിട്ടില്ല. 24 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ നടപടികൾ വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച്. അനന്തുകൃഷ്ണന്റെ കടവന്ത്രയിലെ സ്ഥാപനത്തിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളാണ് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേതടക്കം പ്രധാനപ്പെട്ട 11 കേസുകൾ തുടക്കത്തിൽ പരിശോധിക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ അനന്തു ബന്ധുക്കളുടെയും ബനാമികളുടെയും പേരിൽ വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് പരിശോധന നടത്തി. എറണാകുളം കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർ, പ്രൊമോട്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിലുള്ളവരുടെ വസ്തുവകകളും ആസ്തിയും കണ്ടുകെട്ടുന്നതിന് അധികാരമുള്ള ബഡ്സ് ആക്ട് ചുമത്തിയാകും അനന്തുവിനെതിരായ നടപടി തുടരുക. NGO ഭാരവാഹികളെ സാക്ഷികളാക്കാനും ക്രൈംബ്രാഞ്ചിന് നീക്കമുണ്ട്. അനന്തുകൃഷ്ണന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ളവ വിശദമായി പരിശോധിക്കും. അനന്തുവിന്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയ ശേഷമാകും സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ KN ആനന്ദകുമാറിലേക്ക് നീങ്ങുക. അനന്തുവിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി വൈകാതെ അപേക്ഷ നൽകുമെന്നും ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.